പിന്നെ പിണറായി മറുപടി പറഞ്ഞില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരാൾ ഇതിനെ ലീഡ് ചെയ്ത ബഹുമാനപ്പെട്ട നേതാവ് അദ്ദേഹം ഈ കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായി വാർത്താ സമ്മേളനത്തിലൂടെയോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് മുന്നാലെ വന്ന് ഇതിനെ സംബന്ധിച്ച് കൃത്യമായി മറുപടി പറയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് എപ്പോൾ വേണം, നിങ്ങൾ നിഷ്കർഷിക്കുന്ന സമയത്ത് തന്നെ വേണമോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും നിങ്ങളല്ല തീരുമാനമെടുക്കേണ്ടത്. അത് CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ തന്നെ ഈ പാനലിനെ ലീഡ് ചെയ്ത പ്രിയപ്പെട്ട പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സഖാവ് പിണറായിയും ഒക്കെയാണ്. തീർച്ചയായും അത് മറുപടി പറയും, കൃത്യമായി പരാജയത്തെ ഉൾക്കൊള്ളും. ഇവിടെ നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയും ചില ആക്ഷേപങ്ങൾ ഇടതുപക്ഷത്തിനെതിരായി ഉന്നയിച്ചിരുന്നു. അതിന് മറുപടി പറയാൻ എനിക്ക് സമയം അനുവദിക്കണം. അതിലൊന്നെന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ബോർഡുകളിൽ കരിയോയിൽ ഒഴിക്കുക, അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി പറഞ്ഞതുപോലെ കുടിവെള്ളത്തിൽ വിസർജ്യം കലർത്തുക, ഇത്തരത്തിലുള്ള പ്രവണതകൾ ഈ ഇരുട്ടിൻ്റെ മറവിൽ ചില ദുഷ്ടശക്തികൾ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ നോക്കൂ, നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചാനൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂവാറ്റുപുഴയിൽ പരസ്യമായി അവിടെ ലീഗിനെതിരായി വിമർശനം ഉന്നയിച്ച അവിടുത്തെ MLA അല്ലെങ്കിൽ മാത്യു കുഴൽനാടൻ്റെ ഫോട്ടോ വെട്ടിയെടുത്ത് പരസ്യമായി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ ഇരുട്ടിൻ്റെ ശക്തിയിൽ ഒരു ഘട്ടത്തിൽ ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ പരസ്യമായി ചെയ്യപ്പെടുകയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആരാണ് ഇരുട്ടിൻ്റെ മറവിലും വെളിച്ചത്തിലുമൊക്കെ തുടർച്ചയായി ചെയ്യുന്നത് എന്നത് നിസ്സംശയം തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭം കൂടിയാണ് ഈ വർത്തമാന കാലഘട്ടം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ലീഗിൻ്റെ പ്രതിനിധി തന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം അടിക്കടി ആവർത്തിച്ച് മറ്റൊരു ചർച്ചയിലും പറയുകയുണ്ടായി, ഞങ്ങളൊരു വനിതയെ നിയമസഭയിലേക്ക് അയച്ചു, എന്തോ ഒരു മഹാ സംഭവം പോലെയാണ്. ഞാൻ ആ വനിതയെ അയച്ചതിനെ അങ്ങേയറ്റം ബഹുമാനിക്കുകയാണ്. നോക്കൂ, കേരളത്തിൽ വലിയ സ്ത്രീ മുന്നേറ്റമുണ്ടായ ഒരു സംസ്ഥാനമാണ്, ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്ത്രീ മുന്നേറ്റമുണ്ടായ ഒരു സംസ്ഥാനമാണ് ഈ കേരളം. ലക്കും ലഗാനുമില്ലാതെ ബഹിരാകാശത്തിലേക്ക് സ്ത്രീകൾ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഈ വർത്തമാന കാലഘട്ടം. അവിടെയാണ് ഞങ്ങളെന്തോ ഒരു വലിയ മഹാസംഭവം ചെയ്തു എന്ന രൂപത്തിൽ ഇവിടെ ഈ ഒരു വനിതയെ നിയമസഭയിലേക്ക് അയച്ചു. അങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കാൻ മറ്റു കക്ഷികൾക്ക് അർഹതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം 27 സീറ്റിൽ മത്സരിച്ച ലീഗ് 2 സ്ഥാനാർത്ഥികളെ വനിതകൾക്ക് കൊടുത്തു. 80-ലധികം സീറ്റുകൾ, 90-നടുത്ത് സീറ്റിൽ മത്സരിച്ച CPM എത്ര വനിതകളെ 33% സീറ്റ് വനിതകൾക്ക് കൊടുത്തോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ 50% കൊടുത്തോ? ഇല്ലല്ലോ. എത്ര വനിതകളെ വിരലുണ്ടാവുന്ന സ്ത്രീകൾക്ക് ഇത്തവണ സീറ്റ് കൊടുത്തിട്ടുണ്ടോ? എല്ലാ പാർട്ടികളും. ഞാനത് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ അഭിലാഷ്, അദ്ദേഹം അതിൽ ഊറ്റം കൊണ്ടതുകൊണ്ടാണ് ഞാൻ ഈ അഭിപ്രായം പറഞ്ഞത്. പിന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്ന ചില കാര്യങ്ങളാണ്. അദ്ദേഹം തുറന്ന ചർച്ച, വിമർശനങ്ങൾ, താങ്കൾക്ക് ഈ പാർട്ടിയെ സംബന്ധിച്ചോ ഇതിൻ്റെ ഘടനയെ സംബന്ധിച്ചോ ഒരു കാര്യവും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ CPM-ൻ്റെ സംസ്ഥാന സമ്മേളനത്തിലോ അഖിലേന്ത്യാ സമ്മേളനത്തിലോ ഒക്കെ പങ്കെടുത്ത ഒരു എളിയ പ്രവർത്തകനാണ്. എനിക്കറിയാം, അവിടെ ദേശീയ നേതൃത്വത്തെ തന്നെ ഇരുത്തിക്കൊണ്ട് രൂക്ഷമായ വിമർശനങ്ങൾ, അവർക്ക് എന്തെങ്കിലും പാകപ്പിഴ പറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ അതിനെ സംബന്ധിച്ച് വളരെ അഭിലാഷിന് അറിയാത്തതല്ല, നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്നതാണ്. രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്ന വേദികളാണ് സമ്മേളനങ്ങളും കമ്മിറ്റികളും. ഇത് അങ്ങനെയാണെന്നിരിക്കെ അങ്ങനെയൊന്നുമല്ല ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പ്രേക്ഷക സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ആവർത്തിച്ച് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ തന്നെ ഒരു ദേശീയ മാധ്യമത്തിന് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ശ്രീ VD സതീശൻ കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂവിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്കെതിരായി ഒളിയം പെയ്യുന്ന നിലയിലുള്ള വിമർശനങ്ങളാണ് ആ ഇൻ്റർവ്യൂവിനകത്ത് പരമാവധി കൊടുത്തിരിക്കുന്നത്. ഈ രൂപത്തിലുള്ള ചക്കളത്തി പോരാട്ടം കോൺഗ്രസിനകത്ത് നടക്കുമ്പോൾ അത് അതേപടിയാണ് എല്ലാ പാർട്ടിക്കകത്തും നടക്കുന്നത് എന്ന രൂപത്തിൽ വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ പരിശ്രമമാണ് ഇപ്പോൾ ഈ ചർച്ചയിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പിണറായി മറുപടി പറഞ്ഞില്ല എന്നുള്ളതിനെ സംബന്ധിച്ച്, ഇപ്പോൾ ഒരാൾ ഇതിനെ ലീഡ് ചെയ്ത ബഹുമാനപ്പെട്ട നേതാവ് അദ്ദേഹം ഈ കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായി വാർത്താ സമ്മേളനത്തിലൂടെയോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് മുന്നാലെ വന്ന് ഇതിനെ സംബന്ധിച്ച് കൃത്യമായി മറുപടി പറയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് എപ്പോൾ വേണം, നിങ്ങൾ നിഷ്കർഷിക്കുന്ന സമയത്ത് തന്നെ വേണമോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും നിങ്ങളല്ല തീരുമാനമെടുക്കേണ്ടത്. അത് CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ തന്നെ ഈ പാനലിനെ ലീഡ് ചെയ്ത പ്രിയപ്പെട്ട പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സഖാവ് പിണറായിയും ഒക്കെയാണ്. തീർച്ചയായും അത് മറുപടി പറയും, കൃത്യമായി പരാജയത്തെ ഉൾക്കൊള്ളും. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ, അദ്ദേഹം കൊടുത്തിട്ടുള്ള പത്രക്കുറിപ്പിനകത്ത് തന്നെ വളരെ വ്യക്തമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ പരാജയത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് നല്ല വിജയം നേടിയ UDF-നെ അഭിനന്ദിച്ചുകൊണ്ടും കേരളത്തിനകത്ത് നടത്തിയിട്ടുള്ള സമൂലമായ പരിഷ്കരണ പദ്ധതികളെ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് കഴിയട്ടെ എന്നുള്ള ആശംസയും അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പത്രക്കുറിപ്പ് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇതൊന്നും കാണാതെ അദ്ദേഹം ഒന്നും നടത്തിയിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഇരുട്ടുകൊണ്ട് വോട്ടടയ്ക്കുന്നതിന് തുല്യമാണ്. ഈ പരിപാടി നിങ്ങൾ നിർത്തണം. പിന്നെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയം ഉൾക്കൊണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. ഇതിനെ സംബന്ധിച്ച് ആഴത്തിലുള്ള പരിശോധന നടത്തും. ഏറ്റവും താഴെത്തട്ടിലുള്ള പാർട്ടി സഖാവിനോട് പോലും വന്നുപോയിട്ടുള്ള കുറവിനെ സംബന്ധിച്ച് ആരായാനുള്ള
എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ശരി, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇവിടെ എല്ലാം കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.